നമ്മുടെ ഒരു പുതിയൊരു പോഡ്കാസ്റ്റിംഗ് സീരീസ് തുടങ്ങുകയാണ്. ദ ഫൗണ്ടേഴ്സ് കോൺവെർസേഷൻ എന്നുള്ളൊരു സീരീസ്. അതിൽ ഫസ്റ്റത്തെ ഗസ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മിസ്റ്റർ മുഹമ്മദ് നവാസ്. പട്ടാമ്പിയാണ് സ്വദേശം. ഞങ്ങൾ രണ്ടുപേരും പട്ടാമ്പി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സാണ് നൗറാസ് പെർഫ്യൂംസ്, അതുപോലെ ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം. അതിലൊരു എക്സ്പേർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. വെൽക്കം നവാസ് ഭായി. പറയൂ, എന്താണ് നിങ്ങളൊരു സ്റ്റോറി, നിങ്ങളൊരു ലൈഫ് സ്റ്റോറി ഈ ഒരു പെർഫ്യൂം ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്? എന്തായാലും നിങ്ങളൊരു ഫസ്റ്റിലെ പോഡ്കാസ്റ്റിൽ നമുക്കൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നമ്മളതിൽ ക്ഷണിച്ചതിലും വളരെയധികം സന്തോഷം. താങ്ക് യു നിങ്ങളോട് പറയണം. നമ്മളെ പെർഫ്യൂമിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൗറാസ് തന്നെയാണ് സ്റ്റോറി. ഞാൻ പണ്ട് മുതൽ തന്നെ നമുക്ക് പെർഫ്യൂം ഇഷ്ടമാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുറച്ചുകൂടി നമ്മൾ വിദേശത്ത് പോയ സമയത്ത് അവിടുത്തെ നമ്മൾ അറബികളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് എല്ലാ സമയത്തും അവരെ കാണുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, നല്ലൊരു ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ അതിനൊക്കെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്, നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യനും അതെ, പോസിറ്റീവ് എനർജി, ഹാപ്പി ആയിരിക്കുക, അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമുക്ക് പല ഹോർമോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന പല ഹോർമോൺ. ഇപ്പൊ ഈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല സ്മെല്ല് ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോ നമ്മള് ബാക്കിയുള്ള കുറെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ആ സ്മെല്ല് ഉണ്ടെങ്കിൽ എനിക്കും സ്മെല്ല് ഉണ്ടാവും, നിങ്ങൾക്കും സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ആ ഏരിയ മൊത്തം ഉണ്ടാവും. അപ്പോ ഇത് നമ്മൾ ഗൾഫിലൊക്കെ പോയ സമയത്ത് നമ്മൾ അറബിയുള്ള മജ്ലിസിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല ഫീലാണ്. അവരെ നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് അവര് നടന്നു പോകുമ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മളൊരു മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് നമ്മളൊരു കൂട്ടുകാരൻ ഹാരിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പട്ടാമ്പിള്ള തന്നെയാണ്. അവർ കുറെ വർഷങ്ങളായിട്ട് പെർഫ്യൂമിന്റെ ബിസിനസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ നൗറാസ് പെർഫ്യൂംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഹാരിസും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഈ നൗറാസ് എന്നുള്ള ബ്രാൻഡിലേക്ക് അങ്ങനെ എത്തി. നൗറാസ് എന്നുള്ള ബ്രാൻഡിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു അർത്ഥം എന്താണ്? അതെ, അതിൽ നൗറാസ് എന്ന് പറഞ്ഞാല് ഒരു പെർഫ്യൂമിനെ ഭയങ്കരമായ രീതിയിൽ സ്നേഹിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്. അയാളുടെ നാടിന്റെ പേരാണ് നൗറാസ് എന്നുള്ളത്. അപ്പൊ ഞാൻ ആ സ്റ്റോറി ഇങ്ങനെ ആ സമയത്ത് നമ്മൾ ഈ പെർഫ്യൂമിനെ കുറിച്ച് കുറെ പഠിക്കും, വായിക്കും, കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത സമയത്ത് ആ നൗറാസ് എന്നുള്ള പേര് നമുക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അന്ന് എന്റെ പേര് നവാസ് എന്നാണ്, നമ്മളെ പാർട്ണർ ഹാരിസ് ആണ്. നമ്മൾ രണ്ടുപേരും കൂടി പേരിനോട് യോജിച്ചതാണ്. പിന്നെ അത് നമ്മൾ ട്രേഡ് മാർക്ക് നോക്കി, ട്രേഡ് മാർക്ക് അത് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ആ പേര് സെലക്ട് ചെയ്തതാണ്. അപ്പോ ഈ ഒരു നൗറാസിന് എത്ര പ്രോഡക്റ്റ് അല്ലെങ്കിൽ എത്ര വെറൈറ്റി പ്രോഡക്റ്റുകൾ ഉണ്ട്? നൗറാസിന് പ്രധാനമായിട്ടും ബഹൂർ ഉണ്ട്. ബഹൂറാണ് പ്രധാനമായിട്ടും നമ്മൾ തുടക്കം മുതൽ തന്നെ ഫോക്കസ് ചെയ്തത്. ബഹൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോക്കുന്നത്. അപ്പോ ബഹൂർ അത് ഫോക്കസ് ചെയ്തതിന്റെ കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ബഹൂറുകൾ കുറവാണ്. കുറച്ച് പൊടികൾ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യലും കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ ബഹൂറും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അവിടുത്തെ ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ടൈപ്പ് സ്മെല്ല് കിട്ടുന്ന സാധനങ്ങൾ കുറവാണ്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ചെയ്യണമെന്ന് നമ്മൾ കരുതിയിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ അത്തറുകള്, സ്പ്രേ, പിന്നെ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബഹൂറിലാണ്. അപ്പോ ആ ഒരു ഗ്യാപ്പില് നല്ലൊരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം. അതെ, തീർച്ചയായും നമ്മളെ ബ്രാൻഡിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം പാക്കിംഗ് നല്ല ബോട്ടിലുകൾ നമ്മൾ സ്റ്റിക്കർ അടിച്ചോന്നല്ല, നമ്മൾ ടിന്നാണ് പ്രിന്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ടിന്നിന് അങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യണം. പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റും നമ്മള് ആസാമിൽ തന്നെ ഒറിജിനൽ ഊതിന്റെ മരത്തിന്റെ തന്നെ ചെറിയ ചിപ്സ് ഉണ്ട്. അതായത് നിങ്ങള് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സോഴ്സ് ചെയ്യുന്നത് പുറത്തുനിന്നാണ്? അതെ. എവിടെ നിന്നൊക്കെയാണ്? അതൊന്ന് ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇതിന്റെ ഈ മരത്തിന്റെ ചിലതിൽ പൗഡറാണ്, ചിലതിൽ ഇതിന്റെ സ്റ്റിക്കാണ്.
സ്റ്റിക്ക് എന്ന് പറഞ്ഞാല് ചിപ്സ്, അതെ, ഊതിന്റെ മരത്തിന്റെ ചീളുകള്. അതെ അതെ, അഗർവുഡ് എന്ന് പറയും. അഗർവുഡിന്റെ മരത്തിന്റെ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ കുറെ ആളുകള് അതെ അതെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു സംഗതിയാണല്ലോ. ഇതാണ് നല്ല അഗർവുഡ് സ്മെല്ല്. അതെ അതെ, ഇതില് കോട്ടക്കലുള്ള ഒരാൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഇത് ഊതിന് പറ്റിയില്ലെങ്കിലും നമുക്ക് ബഹൂറിന് ഉപയോഗിക്കാന്ന് പറഞ്ഞില്ല, ഡോക്ടർ ഹംസ അഞ്ചു. അതെ അതെ. അപ്പോ ഇത് രണ്ട് രീതിയുണ്ട്. ഒന്നിപ്പോ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ മരത്തുമെന്ന് അതിന്റെ ഊത് എടുത്തതിന്റെ ബാക്കിയുള്ള മരം നമ്മൾ കൊത്തിമുറിച്ചിട്ട് അത് ചെയ്യും. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഊതിന്റെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, അത് ഓയിലാക്കും. ഊത് മാത്രം എടുത്തിട്ട് ഓയിലാക്കും, എക്സ്ട്രാക്ട് ചെയ്യും. അത് കൂടാതെ ഇതിലൊരു ബോയ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓയിലുണ്ട്. അത് ഇതിൽ മിക്സ് ആക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ്, ബോയ ഓയിൽ എന്ന് പറയും. അത് എന്ന് പറഞ്ഞാൽ ഊതിന്റെ ആ കാതലല്ലാത്ത ബാക്കിയുള്ള സാധനം എക്സ്ട്രാക്ട് ചെയ്യും, വെള്ള ഭാഗം എക്സ്ട്രാക്ട് ചെയ്യും, ഓയിൽ എടുക്കും. പക്ഷെ അത് മറ്റേതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യും, ചിലർ ഇതിൽ മിക്സ് ആക്കും. അപ്പൊ അതിന്റെയും എന്തുണ്ട്, അതിന്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഇതേവരെ എന്തെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അതെ അതെ, അതുണ്ട് ഇതിൽ. എങ്ങനെയാണ് ഈ ഒരു ബഹൂറിന്റെ മാർക്കറ്റ്? ബഹൂറിന്റെ മാർക്കറ്റ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കുറച്ച് പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അതെ, നമ്മൾ കുറച്ച് കസ്റ്റമർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗൾഫ് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുക, മാക്സിമം കസ്റ്റമർക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ആമസോണിൽ കുറെ കാലങ്ങളായിട്ട് നമ്മളെ ബെസ്റ്റ് സെല്ലറാണ്. അതുപോലെ ആമസോൺ ചോയ്സ് ആളുണ്ട്. ആക്ച്വലി ബെസ്റ്റ് സെല്ലർ ആവണമെങ്കിൽ നമ്മൾ അവരെ FBA ചെയ്യണം. അപ്പൊ അതെ, അപ്പൊ ആദ്യം നമ്മൾ കോഴിക്കോട് FBA ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്ത കാരണം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് അയക്കുന്നത്. അപ്പോ ആമസോൺ ചോയ്സ് ആണ് നമ്മളെ ഈ റോയൽ ടച്ച് മോത്തർ എന്നുള്ളത്. പിന്നെ ഈ ബൈത്തുൽ അറബും ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്ത സമയത്ത് നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്തോ ഒരു ചെറിയ എറർ കാരണം ഇതെന്താ, ഈ ലിസ്റ്റിംഗ് ക്യാൻസൽ ആയി പോയി. ഇതിന് ഏകദേശം ഒരു 326 റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നു. അത്രയും കമന്റ് ഒക്കെ വന്നിട്ട് നല്ല പോപ്പുലർ ആയിട്ട് പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ അത് ആ ലിസ്റ്റിംഗ് ക്യാൻസൽ ആയി പോയി. പ്രൊഡക്റ്റ് ഡിലീറ്റ് അത് പിന്നെ നമുക്ക് കിട്ടിയില്ല. പിന്നെ രണ്ടാമത് ലിസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതിങ്ങനെ കയറി വരുന്നുള്ളൂ. ഈ പ്രൊഡക്റ്റ് ഇതുണ്ട്, അതല്ലാത്ത ബാക്കിയുള്ള പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. എങ്ങനെയുണ്ട് ഇതിന്റെയൊക്കെ കസ്റ്റമർ റെസ്പോൺസ്? കസ്റ്റമർ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണ്. വാങ്ങിയ ആൾക്കാരനെ വീണ്ടും വാങ്ങുന്നുണ്ട് പലര്. നമുക്ക് ഓൺലൈനിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയ കസ്റ്റമർ തന്നെ പിന്നെ നമ്മൾ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടൊക്കെ അവർ സ്ഥിരമായിട്ട് നമ്മൾ മേടിക്കലുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് ആമസോണിൽ നമ്മളെ ലിസ്റ്റിംഗ് എടുത്ത് നമ്മളെ ഇൻവെന്ററി എടുത്ത് നോക്കിയാൽ അറിയാം, പിന്നെ വാങ്ങിയ ആൾക്കാർ വീണ്ടും വാങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കൂടുതലും അങ്ങനത്തെ കസ്റ്റമറാണ്. അത് എന്താ വെച്ചാല് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. അതെ അതെ, തീർച്ചയായും. അല്ലാണ്ട് പിന്നെ അവര് തിരിച്ചു വരില്ലല്ലോ. ഇല്ല, കാരണം എന്താ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോ അവർക്ക് പൈസ നഷ്ടം വന്നു എന്ന് തോന്നിയാൽ പിന്നെ അവർ പഠിക്കില്ലല്ലോ. അതെ അതെ, കൂടുതലും കേരളത്തിന് പുറത്തേക്കാണ് പോകുന്നത്. അത് ശരി. ബോംബെ, അതുപോലെ ആസാമക്ക് തന്നെ കുറെ സാധനങ്ങൾ പോകുന്നുണ്ട്. കാശ്മീരിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ഉണ്ട്. അത് ശരി. ഈ ഒരു ബഹൂറുകള്, ഈ ബഹൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ബഹൂർ ഒന്നൊരു എയർ ഫ്രഷ്നർ ആണ്. പിന്നെ ഇത് നല്ലൊരു എനർജി, ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഒരു പോസിറ്റിവിറ്റി കിട്ടും. നമ്മളിപ്പോ ഒരു റൂമില് ഈ ഒരു നല്ലൊരു സ്മെല്ല് ഇങ്ങനെ, പണ്ട് നമ്മൾ ചന്ദനത്തിരി കത്തിച്ചായിരുന്നു, അതിന് പകരം അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. നാച്ചുറൽ രൂപത്തിലുള്ള സംഗതി അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഇത് അറബികളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവരവരെ വസ്ത്രത്തില്, പിന്നെ അവരെ ബോഡിയിൽ തന്നെ എന്ത് ചെയ്യും, സ്ത്രീകളും പുരുഷന്മാർക്കൊക്കെ ബോഡിയിൽ, അതുപോലെ അവരെ ഈ തലയിലിടുന്ന മക്കനൊക്കെ ഉണ്ടല്ലോ, മക്കളുടെ ഉള്ളിലേക്ക് അതുപോലെ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വെച്ചിട്ട് വസ്ത്രത്തിൽ അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഫാബ്രിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഇപ്പൊ സോഫ, നമ്മൾ കർട്ടന്, അങ്ങനെയുള്ളടത്തൊക്കെ എന്ത് ചെയ്യും, ഇത് നല്ല ഇത് പറ്റി പിടിച്ചിരിക്കും. പിന്നെ ഇത് നല്ല ലാസ്റ്റിങ് കിട്ടും. നമ്മള് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ മിനിമം 24 hours എന്തായാലും കിട്ടും. ഒരു സമയത്ത് നമ്മള് നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. നമ്മളിപ്പോ ഒരു ടിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ ഉപയോഗിക്കാം.
ഒരു വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു വീടാണെങ്കിലും ഓഫീസ് വലിയൊരു ഹാളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഒരു സ്പ്രേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഏരിയയിൽ നമുക്ക് അത് എത്തുള്ളൂ, അതിന്റെ സ്മെല്ല് എത്തുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് ഒരു വലിയൊരു ഏരിയ, ഇപ്പൊ ഹാളാണ് അല്ലെങ്കിൽ വലിയൊരു പാർട്ടി നടക്കുന്ന സ്ഥലമാണ്, ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഏരിയ AC ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ആ ഏരിയ മൊത്തം ഈ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും. ക്ലോസ്ഡ് അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഈ ഒരു ഓഫീസിലേക്ക് ഈ ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോ അവിടെ പാർക്കിംഗ് തന്നെ സ്മെല്ലുണ്ട്, അവിടെ പുറത്ത് റോട്ടിൽ തന്നെ സ്മെല്ലുണ്ട്. പറയുമ്പോ ഇവിടെ ഒന്നും പോച്ചിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഒന്നുമില്ല. അപ്പോ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെയിൽസ് ഒക്കെ എങ്ങനെ പോകുന്നു? മാർക്കറ്റ് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് ഇതിന്. പിന്നെ കേരളത്തിലായാലും കേരളത്തിൽ ഇപ്പൊ നമ്മള് ഈ നബിദിന് ഓണത്തോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ചെറിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നല്ല റെസ്പോൺസ് ആണ് വന്നത്. ഒരുപാട് പുതിയ കസ്റ്റമർ കിട്ടി, ഹോൾസെയിൽ ടീമിനെ കിട്ടി. പ്രത്യേകിച്ചും വിദേശത്തു നിന്നൊക്കെ മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ ആൾക്കാർ അവരെ വീട്ടിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ, അവർക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവര് ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് അനുഭവിച്ച ആൾക്കാരാണ്, ഇതിന്റെ സ്മെല്ല് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ വീട്ടിൽ അയച്ചു കൊടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് അത് പറഞ്ഞിരുന്നു. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റ് ഇതിനുണ്ട്. പിന്നെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വേറെയും കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസും നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ നമ്മളെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്നാ അവരെ പിന്നെ ഉള്ളത് ഇപ്പൊ സിസ് അറേബ്യ, അജ്മൽ അങ്ങനെയൊക്കെയുള്ള വലിയ ബ്രാൻഡുകളാണ് ഉള്ളത്. പിന്നെ നമ്മളെ സാധാരണ ഓൺലൈനൊക്കെ അതും ചിലത് പിന്നെ ചില പൗഡറുകളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മളെന്ന് വെച്ചാൽ ബർണറിൽ വെക്കുമ്പോ തന്നെ അതാണ് പൊവഞ്ഞു പോകും. ഇത് നമ്മൾ കുറച്ചു നേരം നിൽക്കും, അതിങ്ങനെ പൊകഞ്ഞ് ചിപ്സ് കുറച്ചു നേരം നിൽക്കും. അതിനൊക്കെ കൂടുതൽ നമ്മളെ ടാബ്ലറ്റ് ടൈപ്പ് ബഹോർ അത് കുറച്ചും കൂടി കൂടുതൽ നേരം നിൽക്കും. പിന്നെ കുറച്ച് നല്ല സ്ട്രോങ് സ്മെല്ലാണ് ഇതിന്റെയൊക്കെ. നമ്മൾ അത്രയും നല്ല ഫ്രാഗ്രൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു മിനിമം ഒരു കിലോത്തിന് 6,000 രൂപ മുതൽ ഒരു 18,000 രൂപ കിലോ വില വരുന്ന ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ആ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് അത് പുകയുന്നോണ്ട് യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ശ്വസിക്കുന്നോണ്ട് അത് നമ്മൾ ഡയറക്റ്റ് സ്മെല് ചെയ്യരുത്. ഇത് നമ്മളിപ്പോ അത്രയൊക്കെ സ്മെല് ചെയ്യുമല്ലോ, നമ്മളിങ്ങനെ സ്മെല് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യരുത്, നമ്മള് ഈ ബഹൂർ നമ്മൾ പോച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് സ്മെല് ചെയ്യരുത്. ഇതെന്തായാലും ഇപ്പൊ ഒരു വുഡാണ്, ഇതിപ്പോ ഇതിന്റെ ഒറിജിനൽ സാധനം വുഡാണല്ലോ. അപ്പൊ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും. ഒന്ന് ചുമക്കല് ഒരു പ്രശ്നം വരും. അപ്പൊ ഡയറക്റ്റ് സ്മെല് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചാൽ മതി. അപ്പൊ അതിന്റെ ആ ഒരു ഫ്രാഗ്രൻസ് നമ്മളെ ഏരിയ മൊത്തത്തിൽ അത് പരക്കും. ഇതൊരു പുതിയ ടൈപ്പ് ബർണറാണ്. ഇതിപ്പോ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബർണർ എന്ന് പറഞ്ഞാല്. ഇത് സാധാരണ ഇപ്പൊ നമ്മള് ബർണറിൽ നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, വെക്കുന്ന സ്ഥലം ഫ്ലാറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ പിന്നെ ചാർക്കോൾ മൊത്തത്തിൽ കത്തില്ല, അതിന്റെ മുകൾ ഭാഗം മാത്രമേ കത്തുള്ളൂ. അപ്പൊ ഇതിപ്പോ ഒരു പുതിയതായിട്ട് നമ്മള് ഇതിപ്പോ ഒരു നെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യും, ചാർക്കോൾ മൊത്തം കത്തും ചെയ്യും. പിന്നെ ഇതിന്റെ പൊടി എന്ത് ചെയ്യാ, നമ്മള് പ്രസ് ചെയ്താൽ താഴത്തേക്ക് പോവും. മറ്റേന്താ വെച്ചെങ്കില് പിന്നെ അത് നമ്മൾ കൊണ്ടുപോയിട്ട് കൊട്ടാൻ നിൽക്കണം. ഇതിപ്പോ ഇതൊന്ന് അറിയുമ്പോ കൊട്ടിയാൽ മതി. അപ്പൊ നമ്മള് ഇതിപ്പോ ഒരു സാമ്പിൾ ആണ്, നമ്മൾ നമ്മളെ പേരിൽ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ കുറച്ചുകൂടി വലുപ്പമുണ്ട്. പിന്നെ ഇതിന് അടിയിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മള് പിന്നെ ആ ഒരു ഇതിൽ കണ്ടത് കുറച്ചുകൂടി ഉയരം കൂടി, അതെ കുറച്ച് ഉയരം കൂടിയിട്ട് കാണിക്കും. നമ്മള് പല ടൈപ്പുള്ള ബോട്ടിലുകള് ഫ്രാഗ്രൻസ് ഓയിൽ അതെ നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമർക്ക് കൊടുക്കുക. പിന്നെ നമ്മളെ ബ്രാൻഡിൽ തന്നെ ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇത് 12ml ആണ്. നമ്മളെ ബ്രാൻഡിൽ നമ്മൾ ഇതിമ്മ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ക്യാപ്പിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെല്ലാതും നമ്മളെ ബ്രാൻഡിൽ തന്നെ ചെയ്യുന്ന ഊറാസ് എന്നുള്ള നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്താണ്, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്താണ്. നിങ്ങളൊരു പാക്കിംഗ് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണ്. സാധാരണ ഒരു ബോട്ടില് ഇപ്പോ ഒഴിച്ചു തരുന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കസ്റ്റമർക്ക് അത് കിട്ടുന്ന സമയത്ത് അവർക്ക് ഒരു വൗ ഫാക്ടർ ഫീൽ ചെയ്യണം. എന്നുവെച്ചാല് അവരാ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു മുതലുണ്ട് എന്ന് അവർക്ക് തോന്നണം. അപ്പൊ അതിന് പിന്നെ നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ നല്ല പാക്കിങ്ങിൽ കസ്റ്റമർക്ക് കിട്ടുന്ന സമയത്ത് ഒരു ഹാപ്പി, അവരൊരു എൻജോയ് ആവണം. അത് കരുതിയിട്ടാണ് നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞാന് നിങ്ങളെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് കണ്ടു, നവാസ് ദ
പെർഫ്യൂം സ്റ്റുഡന്റ് എന്താണ്? അതെ അതെ, പെർഫ്യൂം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റ് ആണ്, നമ്മൾ മരിക്കോള സ്റ്റുഡന്റ് ആണല്ലോ. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായും ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ലേൺ, അൺലേൺ, റീലേൺ. നമ്മളൊന്ന് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആ ഒരു സമയത്തിനുള്ള സംഗതികളുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യം. അപ്പൊ നമ്മൾ അൺലേൺ ചെയ്യണം, അല്ലെങ്കിൽ മറക്കണം, എന്നിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഗതി. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, പഠിച്ചുകൊണ്ട് ലേണിംഗ് പണ്ട് മുതൽ തന്നെ നമ്മള് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഇതല്ലാതെയും പല സാധനങ്ങൾ നമ്മൾ സാമ്പിൾ വരുത്തി, ചൈനയിൽ നടക്കുന്ന സാധനങ്ങൾ സാമ്പിൾ വരുത്തിയിട്ടുണ്ട്. UK ഞാനൊരു പ്രിന്റർ സാമ്പിൾ വരുത്തിയിട്ടുണ്ട് കുറെ മുന്നേ. അത് നമ്മള് റിബണുമ്മ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യണ, മീൻസ് ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ റിബണുമ്മ അവരെ പേര് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനൊക്കെ ആ റിബണുമ്മ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്യലുണ്ട്. അതെ അതെ, അതിന് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇത് നമ്മള് പെർഫ്യൂം സ്റ്റുഡന്റ് എന്ന് പേര് കൊടുത്തതിന്റെ ഉദ്ദേശം നമ്മള് പെർഫ്യൂം സ്റ്റുഡന്റ് ആണ്. ഞാൻ കുറെ ഓൺലൈനിൽ കോഴ്സ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മള് ഇന്ത്യയില് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ ഡെവലപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. കന്നൂജിലാണ്, UP കന്നൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. FFTC എന്ന് പറയും. അവിടെ അവര് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവര് കൊടുക്കുന്ന ട്രെയിനിങ് എന്താ വെച്ചെങ്കിൽ ഇപ്പൊ നമ്മള് യൂട്യൂബിലും ഇതിലൊക്കെ നമ്മള് സ്ഥിരമായിട്ട് നമ്മള് സ്പ്രേ ടൈപ്പ് പെർഫ്യൂം പല ആൾക്കാരും എന്ത് ചെയ്യും, പല സ്മെല്ലും കൊണ്ടുവരുമ്പോ അത് സ്പ്രേ ആക്കി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതായത് ഇപ്പോ എനിക്ക് ഇതുപോലത്തെ ഒരു സ്മെല്ല് വേണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ബ്ലെൻഡ് ചെയ്തിട്ട് തരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മള് ഏതൊരു മരിച്ചുപോയ സുധിയോ, അതൊരു സിനിമ, ഒരു കോമഡി സ്റ്റാറിന്റെ അവരുടെ ഒരു ഷർട്ടിന്റെ അങ്ങനെ എന്തൊക്കെ ഒരു റീസെന്റ് ഇത് കണ്ടിരുന്നല്ലോ. പിന്നെ നമ്മള് ദുബായിലുണ്ടല്ലോ ഒരു യൂസഫ്, അവര് ഏതാണ് ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അവരുടെ അത്രയും വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരിപ്പോ ഒന്നൊരു ഷർട്ടിന്റെ സ്മെല്ല് അല്ലാതെ ആ ഷർട്ട് അടിച്ച് പെർഫ്യൂമിന്റെ സ്മെല്ലാണ്. മനസ്സിലായില്ലേ? സ്ഥിരമായിട്ട് ഒരാൾ ഒരു പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ അയാളുടെ ഡ്രസ്സിലൊക്കെ ആ സ്മെല്ല് ഉണ്ടാവുമല്ലോ, ആ സ്മെല്ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ചിലവര് ഇപ്പൊ ഡോവിന്റെ സോപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഡോവിന്റെ സ്പ്രേ ഉണ്ടോ ആ സ്മെല്ല് ചെയ്തുതരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ റോസിന്റെ ഫ്ലവർ കൊടുത്തിട്ട് ചെയ്തുതരാൻ പറയും. അല്ലെങ്കിൽ ചിലവര് സ്ട്രോബെറി, ഒറിജിനൽ സ്ട്രോബെറി കൊടുത്തിട്ട് അപ്പൊ എന്ന് വെച്ചാൽ അതൊക്കെ ഓൾറെഡി ഒരു പിന്നെ ഓയിൽ അവൈലബിൾ ആണ്. മീൻസ് ഡോവിന്റെ അതേ സ്മെല്ലുള്ള ഓയിൽ നിലവിലുണ്ട്, അല്ലെങ്കിൽ പിന്നെ സ്ട്രോബെറി നിലവിലുണ്ട്. അങ്ങനെ പല സ്മെല്ലുകളും ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം, ഇത് എന്താണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാനും അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള പഠിക്കൽ ട്രെയിനിങ് എന്താ വെച്ചെങ്കിൽ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ പെർഫ്യൂമിന്റെ ഓയിൽ ഉണ്ടാക്കാന്നാണ് സംഗതി. പെർഫ്യൂമിന്റെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മള് പെർഫ്യൂം ഉണ്ടാക്കുന്നത്, സ്പ്രേ ടൈപ്പ് പെർഫ്യൂം ഉണ്ടാക്കുന്നത്. ഫ്രാഗ്രൻസ് ഓയിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഓയിൽ എന്ന് പറയും. അപ്പൊ അത് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കെമിക്കൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ഓയിൽ ഉണ്ടാക്കാം, ഈ റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ പെർഫ്യൂമിന്റെ ഓയിൽ ഉണ്ടാക്കാം. അതെ, മറ്റേത് സ്പ്രേ ടൈപ്പ് പെർഫ്യൂം അത് പിന്നെ ഈ ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓയിൽ ഉപയോഗിച്ചിട്ട് പിന്നെ അതിൽ ആൽക്കഹോളും പിന്നെ അതിന്റെ ഫിക്സേറ്റീവും കാര്യങ്ങളും ഇതൊക്കെ ആഡ് ചെയ്തിട്ട് സ്പ്രേ ആക്കി കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊന്നും ആരുമില്ല അങ്ങനത്തെ കോഴ്സുകൾ പഠിച്ച ആൾക്കാർ. ഞാനിപ്പോ 2 പ്രാവശ്യം പോയി ഇപ്പൊ അവിടെ. അപ്പൊ ഇനി 2 കോഴ്സും കൂടി ഉണ്ട്. അതൊരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഫുൾ ആയിട്ട് അവിടെ നിന്ന് പഠിക്കാൻ, കുട്ടികൾക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. 1 വർഷത്തേക്ക് കോഴ്സുകൾ അവർ കൊടുക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും യോഗ്യത അത് +2 ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ഉള്ള കുട്ടികൾക്ക് അവർക്ക് മാസ്റ്റർ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് അധികം അവിടെയുള്ള സ്റ്റുഡന്റുകളൊക്കെ ഇപ്പൊ അവിടെ UP അല്ലെങ്കിൽ MP, ഗുജറാത്ത്, ഡൽഹി, ബോംബെ അവിടെയൊക്കെയുള്ള കുട്ടികളാണ്. നമ്മൾ ഈ ഭാഗത്തു നിന്നും ഒരു കുട്ടികളും ഇല്ല. ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനത്തെ പഠിക്കാന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലും പിന്നെ നമ്മൾ കൂടുതലും മിഡിൽ ഈസ്റ്റിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഈ മേഖലയിൽ ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ആൾക്കാർ കുറവാണ്. എല്ലാവരും ഇങ്ങനെ കടയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരുള്ളൂ.
അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത ആൾക്കാർ വളരെ കുറവായിരിക്കും, ഉണ്ടാവും ചിലപ്പം, പക്ഷെ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു അവസരം ഉണ്ട് എന്നും കൂടി നമ്മൾ പറയാണ്. ഞാൻ അവിടെ പോയി, അപ്പോൾ അവിടെ ഞാൻ 2 പ്രാവശ്യം പോയിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും, ഓരോ അതെ ഫ്രാഗ്രൻസിന്റെ അത് പല അതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഓയിൽ, നമ്മളൊരു ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓയിലിൽ എന്തൊക്കെ ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അവിടെ. അത് ശരി. ഇപ്പോ നമ്മൾ ഈ ഒരു ഓയില് അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻസ് ഇപ്പൊ നമുക്ക് അത് പലർക്കും ഇപ്പോ അലർജി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്കിന്ന് സംബന്ധമായിട്ടുള്ള. അപ്പോ അതൊക്കെ അതിന്റെ മുന്നേ ടെസ്റ്റ് അതെ, അത് ചില ആൾക്കാർക്ക് പിന്നെ ബോഡിയിൽ അലർജി ഉണ്ടാവും, ചിലവർക്ക് തുമ്മല് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഇതില് ഉൾപ്പെടുത്തിയിട്ടുള്ള പിന്നെ റോ മെറ്റീരിയലിന്റെ പ്രശ്നങ്ങളാണ്. റേഷ്യോന്റെ അല്ല, അതിന്റെ റോ മെറ്റീരിയൽ ഇപ്പൊ പലർക്കും ഈ മസ്ക് സാധനങ്ങളൊക്കെ ചിലവർക്ക് അല്ലെങ്കിൽ കട്ടിയുള്ള സ്മെല്ലുകൾ അതൊക്കെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ അളവിൽ ആദ്യം ഉപയോഗിച്ച് നോക്കുക, ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അത് ഈ ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന എല്ലാ കമ്പനികളും പറയുന്നതാണ്, ബോഡിയിൽ ഫസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാ പറയുന്നത്. പിന്നെ പ്രശ്നമില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് പിന്നെ ഗൾഫിൽ നിന്ന് വന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ല, നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഒരു എക്സ്പേർട്ട് ആണ്. അതിപ്പോ അതിന്റെ ഒരു എഡ്യൂക്കേഷണൽ വൈസ് ആയിട്ടാണെങ്കിലും പ്രാക്ടിക്കൽ വൈസ് ആണെങ്കിലും നമ്മള് പിന്നെ ഫുള്ളായിട്ട് എക്സ്പെർട്ട് അല്ല, എന്നാലും നമ്മള് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ അത്രത്തോളം നമുക്ക് ഇതിൽ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് നോളജ് ഉണ്ടെങ്കിലാണ് അത് നമുക്ക് നമ്മളെ കസ്റ്റമർക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കാനും നമുക്ക് അത് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അതിനെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കാൻ പറ്റുമോ അതേ രീതിയിലൊക്കെ ഇപ്പൊ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഓൺലൈനിൽ പല കോഴ്സുകളുണ്ട്, ആ കോഴ്സുകൾ പഠിക്കലുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നല്ല പൈസ കൊടുത്തിട്ട് പഠിക്കുന്ന കോഴ്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ നമുക്ക് ചിലപ്പോ നമുക്ക് അറിയണ തന്നെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണുണ്ടാവും. എല്ലാവർക്കും പലർക്കും പല ടൈപ്പ് നോളജ് ആണല്ലോ. അപ്പൊ കുറച്ച് എന്തെങ്കിലും നമുക്ക് അത് കിട്ടും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് പരീക്ഷിച്ച് നോക്കും. അതങ്ങനെ നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൽ സക്സസ് ആകുമ്പോൾ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. പെർഫ്യൂം ഒക്കെ പല ആൾക്കാരും കരുതുന്നത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ശരിക്കും ഈ പെർഫ്യൂമിന്റെ ഓയിൽ മൊത്തം വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത്. ഒരു വേണമെങ്കിൽ പറയാം ഒരു 90% അവിടെ നിന്നൊക്കെ തന്നെ വരുന്നത്. ഇറ്റലി, സ്പെയിന്, അതുപോലെ ഫ്രാൻസ്, അവിടെയാണ് ഇപ്പൊ ഈ ഫ്രഞ്ച് ഓയിൽ എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ അവര് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യണത്. അതുകൊണ്ടാണ് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്കിത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നല്ല. ചെയ്യാൻ പറ്റാത്ത, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അവര് ചെയ്യുന്നുണ്ടല്ലോ, ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്കും ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റായൊന്നുമില്ല. പക്ഷെ നമ്മളിതിൽ അതിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറങ്ങി കുറിച്ചിട്ട് അതിന്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നല്ല, ചെയ്യാൻ പറ്റും. ബോംബെയിൽ തന്നെ പല പല കമ്പനികളുണ്ട്, കമ്പനികളുണ്ട്. അപ്പോ നമ്മളെ അജ്മൽ പെർഫ്യൂംസ് എടുത്തു കഴിഞ്ഞാലും ആസാം ബേസ്ഡ് ആയിട്ടാണല്ലോ അവരെ ഒരു ഹിസ്റ്ററി വരുന്നത്. പറയുമ്പോൾ GCCയിലാണ് അവരുടെ മെയിൻ ബിസിനസ് എങ്കിലും ഈ ഒരു ഫ്രാഗ്രൻസ് മാർക്കറ്റിന്റെ ഇതിന്റെ ഒരു കറന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കറന്റ് മാർക്കറ്റ് എങ്ങനെയുണ്ട്, അതുപോലെ ഫ്യൂച്ചർ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? ഈ ഫ്രാഗ്രൻസ് മേഖല നല്ല ഡെവലപ്പിംഗ്, സ്റ്റിൽ ഗ്രോയിങ്, നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്ന ഒരു ഡെവലപ്പ് തന്നെ പോകുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. കാരണം ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെറും പെർഫ്യൂമും അല്ലെങ്കിൽ ബഹൂറും അത്ര മാത്രല്ല. ഇതിന്റെ നമ്മളിപ്പോ എന്ത് സാധനം ഉപയോഗിക്കണേ അതിലൊക്കെ സ്മെല്ല് ഉണ്ടല്ലോ. അങ്ങനെ ഇത് നല്ല ഗ്രോയിങ് മേഖലയാണ്. സോപ്പുകൾ, കാര്യങ്ങള്, അങ്ങനെയൊക്കെ പലതും ചെയ്യാൻ പറ്റും. പെർഫ്യൂമിന്റെ ഇൻഡസ്ട്രിയും ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ എല്ലാ ആൾക്കാരും അവർ കൂടുതൽ ഫ്രഞ്ച് ഫ്രാഗ്രൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു ലൈറ്റ് സ്മെല്ലായിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രാഗ്രൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ലൊരു മാർക്കറ്റ് ഉള്ള ഒരു ഏരിയയാണ്. പണ്ടത്തെ പോലെ ഒരു അത്തർ എന്നുള്ളത് മാത്രം പിടിക്കാതെ അതിന്റെ കൂടെ നമ്മൾ സ്പ്രേ ടൈപ്പ് പെർഫ്യൂമും കൂടി നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നാവും. അത്തർ, ഇപ്പൊ അതേപോലെ നമ്മള് നേരത്തെ പറഞ്ഞ മുഅത്തർ, പിന്നെ ഇത് ബഹൂറിൽ പെട്ട അത്ര ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ നമ്മള് റോൾ ഓൺ ആയിട്ടുള്ള, പിന്നെ സ്പ്രേ ടൈപ്പ് ഉണ്ട്. പിന്നെ റോൾ ഓൺ കൂടുതലും ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി വയസ്സായ ആൾക്കാരാണ് കൂടുതലും ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത് ഉള്ളത്. മറ്റവർക്ക് കൂടുതലും സ്പ്രേ ടൈപ്പ് പെർഫ്യൂമിനോട് കുറച്ചുകൂടി താല്പര്യം. സ്പ്രേ എന്ന് പറയുമ്പോൾ
ആ ഏരിയ മൊത്തത്തിൽ എന്ത് ചെയ്യും, നമ്മള് പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിക്ക് ചെല്ലേണ്ട സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അതവിടെ ഫീൽ ചെയ്യും. അയാള് വരുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യും. അയാൾ ഉപയോഗിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന വാഹനം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ അയാൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ അതിന് ഭയങ്കര പിന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് കുറെ ആൾക്കാർ പുതിയതായിട്ട് ഇപ്പൊ ഈ സെയിൽസിലുള്ള ആൾക്കാർ, മാർക്കറ്റിലുള്ള ആൾക്കാർ, ഓഫീസിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ അവരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേ ടൈപ്പ് പെർഫ്യൂം ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ശരി. അപ്പൊ സ്പ്രേ ഇപ്പൊ നമുക്ക് ഡ്രസ്സിലാണെങ്കിലും ഇനിയിപ്പോ അല്ല ബോഡിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പൊ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഈ ഇന്ത്യക്കാരെ മറ്റുള്ള രാജ്യക്കാര് നോക്കിക്കാണുന്നത് ഒരു അവജ്ഞയോടെയാണ്. അതായത് ഇന്ത്യക്കാരെ ഈ ഒരു വേർപ്പിന്റെ മണവും പിന്നെ അതുപോലെ എണ്ണയുടെ പാടായിട്ട് അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് വേർപ്പിന്റെ മണം വരുമ്പോ. പക്ഷെ അവരെന്താ വെച്ചാല് ഈ ഒരു ഡിയോഡറന്റും പിന്നെ അതിന്റെ പുറത്ത് ഡ്രസ്സിലുള്ള ഈ ഒരു പെർഫ്യൂംസും, ഈ കാറിലാണെങ്കിൽ പെർഫ്യൂമിൽ കുളിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു സംഭവം വളരെ എന്താ പറയാ, കേട്ടപ്പോ അതിനെ കുറിച്ച് വായിച്ചപ്പോ ഇതായി പോയി. അവര് ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എന്ന് കരുതുന്നതാണ്. മീൻസ് അവർക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിന്റെ ഒരു 25-30% അവര് ഈ പെർഫ്യൂമിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ ഊത് അല്ലെങ്കിൽ അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഊതിന്റെ ഒറിജിനൽ ഓയില് അല്ല റോസിന്റെ ഒറിജിനൽ ഓയില്, അതൊക്കെ ഒരു കിലോ ഒരു 20 ലക്ഷം മുതൽ 24 ലക്ഷം 28 ലക്ഷം റുപ്യൊക്കെ വരുന്നുണ്ട് ഒരു കിലോന്. അപ്പൊ അങ്ങനത്തതൊക്കെ കൂടുതൽ പോണതും ഈ മിഡിൽ ഈസ്റ്റിക്കാണ്. സ്ത്രീകളൊക്കെ കൂടുതലും അങ്ങനത്തതൊക്കെ റോസിന്റെ ഉപയോഗിക്കുന്നുണ്ട്. അറബ് ലേഡീസ് അറബ് ലേഡീസ് ഇപ്പൊ നമ്മളൊക്കെ ഗൾഫൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ മേടിച്ചു കൊണ്ടുപോകലുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും. അവര് പറയും നമ്മളെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് മേടിച്ച് വരാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ഊതിന്റെ ഒറിജിനൽ സാധനങ്ങൾ അവരിപ്പോ ഇന്ത്യയിലാണ്, ഇപ്പൊ ആസാമിലാണെങ്കിലും ഇന്ത്യയിലുള്ള ആൾക്കാരോട് എന്ത് പറയും, നാട്ടിലേക്ക് പോണ സമയത്ത് നിങ്ങൾ മേടിച്ച് വരണം. അവർക്ക് പൊതുവെ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം, നമ്മൾ കേരളയാണോ അല്ലെങ്കിൽ മറ്റുള്ളതാണോ എന്ന് അവർക്ക്. നിങ്ങള് ഈ ഒരു നൗറാസ് ഹോൾസെയിലും റീറ്റെയിലും പ്രസൻസ് ഉണ്ട് അല്ലേ? അതെ, റീറ്റെയിൽ നമ്മൾ ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഹോൾസെയിലാണ് നമ്മള് ഇപ്പൊ ഏകദേശം 5 വർഷമായി നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ഹോൾസെയിലാണ് കൂടുതൽ, ഹോൾസെയിലും ഓൺലൈനിലുള്ള സെയിലുമാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മള് വേറെ ലൊക്കേഷനിക്ക് മാറിയപ്പോഴാണ് നമ്മൾ റീറ്റെയിൽ ഇങ്ങനെ തുടങ്ങിയത്. ഏകദേശം 2-3 മാസമായിട്ടുള്ളൂ. അത് ശരി. ഇതുവരെ നമ്മൾ റീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോൾസെയിൽ മാത്രമാണ് ചെയ്തിരുന്നത്. പെർഫ്യൂം ഇൻഡസ്ട്രിയിലേക്ക് എത്രത്തോളം പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഇപ്പോ സപ്പോസ് നിങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഇനിയിപ്പോ പുറത്താണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമുക്ക് അറിയുന്ന നോളജുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും വർഷം ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു നോളജ് ഉണ്ടല്ലോ, എക്സ്പീരിയൻസ്, കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മൾ പല എക്സ്പെരിമെന്റും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. അതെ നമ്മൾ പല സ്ഥലത്തുനിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ നോളജ് വൈസിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തുടങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം അവർ ഇതിനെ കുറിച്ച് പഠിക്കുക, ഇതിന്റെ മാർക്കറ്റിംഗ് സ്റ്റഡി ചെയ്യുക, അവർ ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്തുള്ള അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലത്തുള്ള ഓഡിയൻസ് ആരൊക്കെയാണ്, അതെ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ, അവര് ഏത് പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരാണ്, അവർക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ പിന്നെ എല്ലാ ടൈപ്പ് കസ്റ്റമറും ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്താണ് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഇതിന്റെ നോളേജും ഇതിന്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മളെത്തുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പാക്കിങ്, പിന്നെ പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള ഓയിലുകൾ, അതേപോലെ തന്നെ അതിനെ സ്പ്രേ എങ്ങനെ ചെയ്യുന്നത്, അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്, ലാസ്റ്റിംഗ് കിട്ടാൻ എന്തൊക്കെ ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിന്റെ ഇപ്പോ ആ ബ്ലെൻഡിങ് അല്ലെങ്കിൽ മിക്സിംഗ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ഇത് ചെയ്തു കൊടുക്കാനും പറ്റും. ഒരുവിധം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇപ്പൊ ഒരു 5 വർഷമായ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എങ്ങനെയായാലും ചെറിയൊരു എക്സ്പീരിയൻസ് അല്ലല്ലോ. തീർച്ചയായും. അതുപോലെ നമ്മള് നിങ്ങളെ ഇപ്പൊ പ്രൊഡക്റ്റിൽ ഇപ്പൊ നമ്മള് കണ്ടു, ഈ ഒന്ന് നമ്മുടെ എന്താണ് ബഹൂർ, പിന്നെ അത്തറുകള്, പിന്നെ സ്പ്രേ, പിന്നെ ഞാൻ കണ്ടതാണ് ഈ ഒരു
ഡിഫ്യൂസർ. അതെ അതെ. ഇതില് ഇങ്ങനെ എന്താ പറയാ ഹ്യൂമിഡിറ്റി പോലെ ഒരു ഹ്യൂമിഡിഫയർ എന്ന് പറയും, ഡിഫ്യൂസർ എന്ന് പറയും. ഇതെന്താ വെച്ചെങ്കിൽ പിന്നെ ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടും. ഇപ്പൊ നമ്മള് ബഹോർ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഏരിയ ആയിക്കാരം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അതിന്റെ സ്മെല്ല് കുറച്ചും കൂടി ഒരു കട്ട സ്മെല്ല് ആയിക്കാരം. ഇപ്പൊ നമ്മള് ഊതിന്റെ ഒക്കെ പോലെ അങ്ങനെ കുറച്ചൊരു ആ രീതിയിലുള്ള സ്മെല്ല് ഉണ്ടാവുക. പക്ഷെ ഡിഫ്യൂസർ ഇതൊരു ഫ്രഷ് സ്മെല്ല് ഉണ്ടാവുക, പിന്നെ ഒരു ലൈറ്റ് ഫ്രഷ് സ്മെല്ല്. മറ്റത് നല്ല സ്മോക്കിംഗ് ഉണ്ടാവും, ഇതങ്ങനെ സ്മോക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഒരു ചെറിയ ഏരിയ, ഇപ്പൊ നമ്മളെ ബെഡ്റൂം ആണ് അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസാണ്, അവിടെയൊക്കെ നല്ല സ്മെല്ല് ഉണ്ടാവും, ഒരു ഫ്രഷ് സ്മെല്ല് ഉണ്ടാവും. ഇതൊരു ഒരു തണുത്ത ഒരു ഇതാണ് ഇതില്. അതെ അതെ. ആവിയാകുമ്പോ ചെറിയ ചൂടുണ്ടാവും. സാധാ പച്ചവെള്ളം ഇങ്ങനെ ഇതായിട്ട് വരുന്ന പോലെ. ഇത് ശരിക്കും പച്ചവെള്ളം തന്നെയാണ്. അത് ശരിക്കും സാധാ വെള്ളമാണ്. ആ വെള്ളത്തിൽ നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യേണ്ടതാണ്. ഇത് സാധാ വെള്ളമാണ്, വെള്ളത്തിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അതൊരു 5-6 തുള്ളി ഇതിൽ ഇട്ടാൽ മതി. ഇത് എത്ര സമയം നിൽക്കും ഒരു? ഇത് ഏകദേശം ഈ പ്രൊഡക്റ്റിന്റെ ഈ വെള്ളം വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിന്റെ പിന്നെ അളവിനനുസരിച്ചിട്ടാണ്. ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ നിൽക്കും. ഇതിനൊക്കെ കൂടുതൽ നിൽക്കുന്നത് കുറവ് നിൽക്കുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഇതില് പിന്നെ ഈ കളറൊക്കെ അങ്ങനെ മാറി വരും. അപ്പൊ പലതും പല ടൈപ്പില് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന്റെ സ്പീഡ് പല മെഷീനിലും പല ഇതാണ്. ഇതിപ്പോ ഫുൾ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോ കണ്ടില്ലേ, ഇപ്പൊ നിന്നും വീണ്ടും വരും. ആ രീതിയിൽ ടൈമർ അല്ല, ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. അത് ശരി. ഇതിന്റെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നിങ്ങള് ഫ്യൂച്ചർ പ്ലാൻസ്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അതിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ആ ഒരു രൂപത്തിലൊക്കെ നൗറാസിനെ കാണുന്നത്, കൊണ്ടുപോകുന്നത്? അതെ അതെ. നൗറാസ് ഇപ്പൊ ഇതുവരെ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഹോൾസെയിൽ ബിസിനസ്സാണ് ചെയ്തിരുന്നത്, ഒന്ന് ആമസോൺ ഫ്ലിപ്കാർട്ടിലുള്ള ഇ കോമേഴ്സ് ബിസിനസ്സാണ് ചെയ്തിരുന്നത്, നമ്മളെ മാർക്കറ്റ് പ്ലേസിലുള്ള. അതെ അതെ. നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർക്ക് അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. റീറ്റെയിൽ ആയിട്ട് കുറച്ച് ഈ ലൊക്കാലിറ്റിയിൽ കൊടുത്തു എന്നല്ലാതെ നമ്മൾ കുറച്ചും കൂടി പിന്നെ അങ്ങനെ ഡയറക്റ്റ് കസ്റ്റമറെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സപ്പിലും ആ രീതിയിൽ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഓൾ ഇന്ത്യ ആയിട്ട് ഡയറക്റ്റ് കസ്റ്റമർക്ക് തന്നെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബഹോർ അതുപോലെ അത്തറുകൾ, കാര്യങ്ങൾ, സ്പ്രേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോ അതിന്റെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്സപ്പിൽ തന്നെ API കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. വാട്സപ്പ് ഓട്ടോമേഷൻ. അതെ അതെ. നിങ്ങൾ അതിന്റെ എക്സ്പെർട്ട് ആണല്ലോ. അതെ അതെ. അപ്പൊ അതിൽ തന്നെ വാട്സപ്പിൽ തന്നെ ആൾക്കാർക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മള് സ്പ്രേ ടൈപ്പ് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതാണല്ലോ എല്ലാവർക്കും സ്പ്രേ ചെയ്യാന്നുള്ളത്, ലൈവായിട്ട് സ്പ്രേ ചെയ്യാന്നുള്ളത്. അപ്പോ അതിന്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പല ടൈപ്പിലുള്ള ബോട്ടിലുകൾ, ഇതിപ്പോ 100 ml ആണ്, 50 ml ആണ്. അപ്പൊ അങ്ങനെയുള്ള പല ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇപ്പൊ എന്തെങ്കിലും പെർഫ്യൂമിന്റെ സ്റ്റോറുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണിത്. അപ്പൊ അവർക്ക് തന്നെ ലൈവായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു 8-10 ഒക്കെ സ്മെല്ല് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കമ്പനികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡുകൾക്ക് അവർക്ക് അവരുടെ പേരിൽ ഇപ്പൊ പെർഫ്യൂം ചെയ്യണം, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ പേരിൽ തന്നെ നമ്മൾ ഫസ്റ്റിൽ സാമ്പിളും കാര്യങ്ങളും കൊടുക്കും. അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ ബ്രാൻഡിൽ നമ്മൾ ബോട്ടിലും അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആയിട്ടും ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും പെർഫ്യൂമിന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാം. ഇതാണ് ഇപ്പൊ നമ്മൾ ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായും. എനിവേ ഇത്രയധികം ഇൻഫർമേഷൻസ്, കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു, ഇത്രയധികം ഇൻഫർമേഷൻസ് തന്നതിന് വളരെയധികം നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.